ആരോ പണി തന്നു, ഞാൻ വായിച്ചില്ല, അപ്പോഴത്തേനും അവിടെ പണി തന്നു, റബീഹ് പണി കൊടുത്തു. എൻ്റെ മുത്തുമണികളെ, ഇവിടെ നിങ്ങൾ വന്ന് എന്ത് ചെയ്തിട്ട് കാര്യമില്ല, എൻ്റെ മക്കൾ നിങ്ങളെ വിടൂല. മുകളിലിരുന്ന് ഇങ്ങനെ നോക്കിക്കോളി, അതാ നല്ലത്. താഴെ വന്ന് നിങ്ങൾ വേണ്ടാത്തത് എന്തെങ്കിലും കമൻറ്റ് ഇട്ടോ, എൻ്റെ കുട്ടികൾ നിങ്ങളെ പൊക്കും. അപ്പോൾ എന്തിനാ നിങ്ങൾ വെറുതെ തൂങ്ങിയിട്ടാകാൻ പോണ്? അവിടെ മുകളിൽ ഇരുന്നോളി, എന്നിട്ട് ഇങ്ങനെ വീഴ്ചോളി, എന്താ പറയുന്നത്, എന്താ ചെയ്യണത്. താഴെ നിങ്ങൾ വേണ്ടാത്തത് വന്ന് ഇട്ടോ, കുട്ടികൾ പൊക്കും. പിന്നെ മൂങ്ങിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. പരിസേജ് പോയിക്കോ പറയേണ്ട ചെയ്യാം. ദുആയിൽ ഉൾപ്പെടുത്തണേ അമ്മച്ചിയെ, തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. എല്ലാവർക്കും കണ്ടോ, ഇങ്ങനത്തെ കമൻറ്റ് ഇടണില്ലേ, ആ ഐറ്റങ്ങൾക്ക് വരെ വേണ്ടി ഞാൻ ദുആ ചെയ്യും. കാരണം ആ ഐറ്റങ്ങളെ മനസ്സ് നന്നാക്കി കൊടുക്കണേ റബ്ബേ. കാരണം നമ്മളങ്ങനെ ഇടാ വാപ്പാനെയും ഉമ്മാനെയും വിളിക്കും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ എൻ്റെ കുടിയിലുള്ള അമ്മാനും ഉപ്പാനെയൊക്കെ ആണോ ഇങ്ങനെയാണോ പറയുക, എങ്ങനെയാണോ ചെയ്യുക എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ആ നിരപരാധികളും കൂടി അതിൽ കേട്ടുപോകും. അപ്പോൾ അതിനു വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. പടച്ച റബ്ബേ, അങ്ങനെ ആർക്കും എൻ്റെ ലേവിൽ വന്ന് അങ്ങനെ ഇടാൻ തോന്നല്ലേ അല്ലാ.